ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് 114 സ്റ്റോപ്പാണ് നമുക്കുള്ളത്. അതിൽ 15 മൾട്ടി ലൊക്കേഷൻ ഉണ്ട്. ടോട്ടൽ 130 പാക്കേജാണ് ഇന്ന് നമുക്ക് ഡെലിവറിക്കുള്ളത്. അതിൽ നമ്മൾ താഴത്തേക്ക് നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഡെലിവറി തുടങ്ങിയിട്ടില്ല, ഞാനിപ്പോൾ വീട്ടിലാണ്. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഏകദേശം 12 മണിയായി, നമ്മൾ ഇറങ്ങാൻ പോവുക. ഇപ്പോൾ 42 COD ആണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത്. 42 ഉറപ്പായിട്ടും വള്ളിയായിരിക്കും. അപ്പം ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നായിരിക്കും ശരിക്കും വള്ളിക്കെട്ട് നടക്കാൻ പോകുന്നത്. COD ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഓക്കെയാണ്. ഇതാണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. ഒന്നാമത്തെ ഇവർ വിളിച്ചെടുക്കത്തില്ല. ഇനി വിളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പിടിക്കും പൈസയൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങോട്ട് വരാനായിട്ട്. അതാണ് നമ്മുടെ ആകെ പോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാപ്പ് നോക്കട്ടെ. മാപ്പ് ഏത് കോലത്തിലാണെന്ന് അറിയാമല്ലോ. അടിപൊളി. ഇന്ന് നമ്മുടെ കലൂർ ജംഗ്ഷൻ്റെ ഭാഗത്ത് കുറച്ച് ഡെലിവറി കൂടുതലുണ്ട്. പിന്നെ മൾട്ടി കസ്റ്റമേഴ്സ് 15 ഉണ്ട്. അതാണ് ആകെയുള്ളൊരു ആശ്വാസം. രണ്ട് ചിലയിടത്ത് 5 ഉണ്ടെന്ന് തോന്നുന്നു. ഏറെക്കുറെ 3, 4 വെച്ചിട്ടുണ്ട്. 4 വെച്ചിട്ട് ഉണ്ട്, 3 വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു വീട്ടിൽ തന്നെയാണ് തോന്നുന്നത്. 4, 3 പാക്കേജൊക്കെ ഒരു വീട്ടിൽ തന്നെ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡെലിവറി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇന്ന് വള്ളി പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, 12:11. അപ്പോൾ നമ്മൾ നേരെ തെറിച്ച് വെക്കുക. അപ്പോൾ ഇനി വൈകിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മെഴുകിയിരിക്കുകയാണ് ഏറെക്കുറെ ഡെലിവറി കൊടുത്ത്. ഇപ്പോൾ ഇവിടെ വന്ന വീട്ടിൽ കുറച്ച് പോസ്റ്റായിരുന്നു, ഒരു OTPക്ക് വേണ്ടി നിന്ന്. അപ്പോൾ ഇതുവരെയായിട്ട് OTP കിട്ടിയില്ല. കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റിംഗ് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ഡെലിവറി സ്റ്റാറ്റസ് ഞാൻ കാണിച്ചു തരാം. അതായത് ബാക്ക് ക്യാം ഇല്ലേ, ഇനി 46 ഉണ്ട്. 6 മൾട്ടി ലൊക്കേഷൻ, 62 സക്സസ്ഫുൾ. നമ്മൾ ഡെലിവറി കൊടുത്ത് ബീച്ച് വരെ വന്നു. ഇത് കാട്ടൂര് ബീച്ച്. ഇത് നമ്മുടെ വണ്ടി. അങ്ങനെ നമ്മൾ ഡെലിവറി കൊടുത്ത് നമ്മുടെ കാട്ടൂര് ബീച്ചാണ് ഇപ്പോൾ ബീച്ച് റിസോർട്ടിൻ്റെ അവിടെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എന്തായാലും കടൽ വരെ വന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വെച്ച് അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്നതാണ്. അത്യാവശ്യം നല്ല കടലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനുള്ള ഡെലിവറി എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഇനി 37 സ്റ്റോപ്പ്, 4 മൾട്ടിപ്പിൾ കൂടെ ഉണ്ട്. 37 പാക്കേജ് കൂടെ കൊടുത്താൽ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞ്. 9 പെൻഡിങ് ഇട്ടിട്ടുണ്ട്. വിളിച്ചെടുക്കത്തില്ല, ഒറ്റ ഒരെണ്ണം 4. 15 COD ഉണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഇപ്പോൾ എത്ര മണിയായി? നമ്മൾ 12 മണിക്കും കണ്ടാണ് തോന്നുന്നു ഇറങ്ങിയത്. ഇപ്പോൾ 4:53. ഇന്ന് മെഴുകിയ ഡെലിവറി ആയിരുന്നു സത്യം പറഞ്ഞാൽ. മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. വിളിച്ചാലും എടുക്കത്തില്ല, അങ്ങനെ കുറേ കസ്റ്റമർ. പിന്നെ ചിലവർ മറ്റൊരു കോളിൽ ബിസിയാണ്, എന്നാൽ നമ്മൾ വിളിച്ചാൽ എടുക്കത്തില്ല. ഇവർ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാധനമായിട്ട് വന്ന നമ്മളാണ്. എന്ത് ബാഡ് സ്വഭാവമൊക്കെയാണ്. പിന്നെ പേടിക്കണ്ട, അതെല്ലാം ക്യാൻസൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ അവർ ഒന്നുകൂടെ ബുക്ക് ചെയ്യട്ടെ. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ, എല്ലാ ഡെലിവറി ബോയ്സും അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഒരു ഡെലിവറി ചെയ്താൽ കിട്ടുന്നത് 16 രൂപ. 16 രൂപക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡെലിവറി ഫുള്ള് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ 107 സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് 117 പാക്കേജാണ് ടോട്ടൽ ഇന്നത്തെ ഡെലിവറി കാണിക്കുന്നത്. അപ്പോൾ 117 × 16 അതാണ് എൻ്റെ ഇന്നത്തെ ഡെലിവറി എമൗണ്ട്. ഞാൻ ഡെലിവറി ചെയ്തുണ്ടാക്കിയ എൻ്റെ ഏണിങ്സാണ് 117 × 16 എന്ന് വരുന്നത്. അപ്പോൾ ഇനി നാളത്തെ ഏണിങ്സ് എത്ര രൂപ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 30 ദിവസം ഇടാനാണ് പ്ലാൻ. അപ്പോൾ ഇനി നാളത്തേക്ക് സെറ്റ് ചെയ്യാം നമുക്ക്. ബൈ.